ആ ജോലിയൊക്കെ തകർത്തായിട്ട് നടക്കാനുള്ള ഇന്നോടി എല്ലാ വെജിറ്റബിളും കൂടി ഒരുമിച്ചിട്ടായിരിക്കണം. കണ്ടിട്ട് മനസ്സിലായില്ലേ? ദാറ്റ്സ് വെജിറ്റബിൾ സാലഡ്. അത് കൊള്ളാലാ. അതെടുക്കല്ലേ, അച്ഛന് കഴിക്കാനുള്ളതായിട്ടാ. അച്ഛൻ വരുമ്പോഴത്തേക്കും സാലഡ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഉപ്പും പാടില്ല, എരിവും പാടില്ല, ഒന്നും പാടില്ല. ഓ അച്ഛൻ ഇന്നലെ വരാന്ന് പറഞ്ഞത്, ഇന്നെങ്കിലും വന്നാ മതിയായിരുന്നു. കുറച്ച് കഴിയുമ്പോ വരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 11 ഞാൻ എത്തുന്നാ പറഞ്ഞത്. വന്ന ഉടനെ അച്ഛൻ ആദ്യം കഴിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? വെജിറ്റബിൾ സാലഡ്. അതാണ് അച്ഛന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഭയങ്കരമാണല്ലോ. ഇതിനും ഭയങ്കരമായ കുറെ കാര്യങ്ങളുണ്ട് ചേട്ടാ. അച്ഛന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോണത് എന്താണെന്നറിയോ? ഈ ചീരത്തോരൻ. ഇതിലും ഉപ്പില്ല, എരിവില്ല, ഒന്നുമില്ല. ഫുൾ വെജിറ്റബിൾ ഐറ്റംസ് അല്ലേ, പൊളിച്ച്. വൈകുന്നേരം ഒരു ഏത്തപ്പഴം, പിന്നെ രാത്രി ചെറിയ അടപ്പില് 2-3 കഷ്ണം കടല. കടല. ഇതൊക്കെ എത്ര നാളത്തേക്കാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങള്? ഒരാഴ്ച അച്ഛൻ പിടിച്ച് നിൽക്കുമായിരിക്കും. പിടിച്ചു നിന്നാ മതി. കഴിഞ്ഞ ഒരാഴ്ച അച്ഛൻ എന്തൊക്കെ ഫുഡ് കഴിച്ചേ? ആ സുഖചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ഫുൾ വെജിറ്റേറിയൻ ഫുഡ് ആയിരുന്നല്ലോ. പ്രകൃതിദത്തമായ പച്ചക്കറികൾ. അടിപൊളി. വരുമ്പോ ഒരു ലുക്കായിരിക്കും അല്ലേ? ലുക്കൊക്കെ ആയിരിക്കും. പക്ഷെ അച്ഛൻ വരുന്ന കാര്യം ആലോചിക്കുമ്പോണ്ടല്ലോ ഒരു പേടിയാണ്. ഏത് മൂടിലെ കയറി പറഞ്ഞെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രല്ല, ഈ ഒരാഴ്ച അച്ഛൻ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്നും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോരാത്തിന് അമ്മയില്ല. ഇത് വൈകുന്നേരം 6 വരെ അച്ഛന്റെ കാര്യം നോക്കും. മൊത്തം ലച്ചു എന്നെ നോക്കണം. മൂത്ത മോനെ നോക്കാം. അച്ഛൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാണ് ചേട്ടൻ ഇന്ന് എവിടെയും പോകാൻ പാടില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവണം. അച്ഛനെ കാണാൻ കൊതിയാവുന്നു. അത് കണ്ടുകഴിഞ്ഞ ഉടനെ തീർന്നോളും. എന്റെ ഉച്ച ആരും പറഞ്ഞേൽപ്പിക്കല അച്ഛന്റെ അടുത്ത്. അത് തന്നെയാ എനിക്ക് നിന്റെ അടുത്തും പറയാനുള്ളത്. ഞങ്ങളുടെ കുറ്റം ഒന്നും ചെന്ന് അച്ഛന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കരുത്. ഞാനൊന്നും പറയൂല. കണ്ടറിയാം. ചേട്ടൻ ഓഫീസിൽ പോവല്ലേ? അമ്മയും ഓഫീസിൽ പോയി, ചേട്ടനും പോവും, ഞാനും അച്ഛനും മാത്രം. മിക്കവാറും അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ പഞ്ഞിക്കിടും, ഉറപ്പാ. അതിന് ചാൻസ് ഒന്നുമില്ല. വന്നോടനെ നല്ല റെസ്റ്റ് എടുക്കും. ഒരിടത്ത് ഒതുങ്ങി കൂടി ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ചത്തെ സുഖചികിത്സ അല്ലേ? ആ എഞ്ചിനീയറുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എനിക്കും പോണം ചേട്ടാ. ഒരാഴ്ച സുഖിച്ചിട്ടൊക്കെ വരാം. ചെന്ന് കേറി കൊടുക്ക്, അങ്ങ് തടവി ഇങ്ങ് നിവർത്തി തരും. ആണോ? ഇനി പോകുമ്പോ ഞാനും അച്ഛനോട് പോവും. എവിടെ? സുഖചികിത്സക്ക്. എന്തെന്ന്? സുഖചികിത്സക്ക്. സുഖചികിത്സ നേരെ ചൊവ്വേ പറയാൻ പോലും അറിയാൻ പാടില്ല അവക്ക്. എന്നിട്ടാണ് അവള് പോവാൻ പോണേ. എന്തായാലും അച്ഛൻ വന്നോടനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിട്ട് പോകാൻ പോകുന്നുണ്ട്. പൈസ നേരത്തെ സെറ്റാക്കി വെക്കണമല്ല. ചണിപ്പൊരു കാര്യം ചെയ്യും. ഈ സലാഡിനുള്ള പച്ചക്കറി ഒന്ന് അരിഞ്ഞു. ഞാൻ അരിഞ്ഞു വെക്കാനാ? എന്തേ പറ്റൂലേ? പോയായിരുന്നു, നീ അങ്ങ് അരിഞ്ഞു വെച്ചോ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ സാലഡ് അരിഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ മനഃപൂർവ്വം സഹായിച്ചില്ലെന്ന്. നീ ആവശ്യമില്ലാതെ വെറുതെ വഴക്കുണ്ടാക്കിപ്പിക്കല്ലേട്ടാ. അരിയേട്ടാ? അരിയെ വേറൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോന്ന് അരിയാനുള്ളത്? ഇതൊക്കെ അരിയണോ? അതരിയണം. ഒന്നാമത് അച്ഛൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വെറും ദേഷ്യവും ഭ്രാന്തമാണ്. അതറിയാലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് അരി. അച്ഛാ അതെ പുറത്തിറങ്ങിയതാ. ഓക്കെ. ലച്ചേ, അച്ഛൻ വിളിക്കണ്. പാറു ഇവിടെ ഉണ്ട്. ഓക്കെ. പാറു എന്താട്ടാ? ആണ് അച്ഛൻ വന്നിരിക്കണ. അച്ഛൻ വിളിക്കണ. വാ. അതൊന്നും എനിക്കറിയില്ല, നമുക്ക് അങ്ങോട്ട് പോവാ. അച്ഛാ അങ്ങനെ എത്തിയല്ലേ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അച്ഛാ നീ പാറുവിനെ ലച്ചുവിനെ വിളിക്കാൻ പറഞ്ഞപ്പോഴേ ഫോൺ കുറച്ച് നീക്കി വെച്ച് വിളിക്കാത്തത്? ഞാന് നീക്കി വെച്ചാ വിളിച്ചത്. ലച്ചുവിനെ നീക്കി വെച്ച് വിളിച്ച്, പാറു നീ അടിച്ചു വെച്ചാണ് വിളിച്ചത്. എടാ എനിക്ക് സൗണ്ട് കേട്ടോ അധികം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരെയല്ലേ. സോറി അറിഞ്ഞില്ല. അണിഞ്ഞില്ല. ഇറക്ക് ബാഗ് ഇറക്ക്. എടുക്ക. പറഞ്ഞതുപോലെ 100 രൂപയുണ്ട്. പിന്നെ ഗട്ടറിലൊന്നും ഇറക്കാതെ വന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. ഇറക്കടാ. എടാ എന്നെ ഇറക്കടാ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നല്ലേ. എന്താ ചാടിയെന്ന് ഇറങ്ങിക്കൂടാ? എന്ത് പറ്റാ ഇനി? ഇറക്ക്. ബാ. ഒരാളിപ്പുറത്ത് നിന്നില്ലേ. എടാ അങ്ങനെ വലിക്കാടാ. എടാ ജോയിന്റ് കിളവി കിടക്കാണ്. ട്രീറ്റ്മെന്റ് കഴിച്ചിട്ട് വന്നേണ്. ഉഴിച്ചിലും കഴിച്ചിട്ട് വന്നേണ്. അതെ, ഞാൻ അവിടെ ചെന്നിട്ട് ഓട്ടോ സ്റ്റാർട്ട് ചെയ്താൽ മതി. ശബ്ദം കേട്ടുകൂടാ. ട്രീറ്റ്മെന്റ് കഴിച്ചിട്ട് വന്നേണ് കേട്ടാ. അവിടെ ചെന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ. വലിച്ചോണ്ട് പോരുത്. പതുക്കെ നടാ. പിന്നെ ഈ ക്യാഷ് ഇറക്കോട്ടെ പോയി. അത് കേശും ശിവൻ ക്യാഷു
ട്യൂഷന് പോയിരിക്കാം, വൈകുന്നേരം 6:30 ആകുമ്പോൾ എത്തൂ. അയ്യോ ഈ ചെറുകനെ കൊണ്ട് ഒരു ഉപകാരമില്ല കേട്ടാ. അച്ഛ അധികം വെയിറ്റ് ഇടല്ലേ അച്ഛ, മിക്കവാറും എന്നെ നടു ഒടിയും, പിന്നെ അത് ചികിത്സിക്കാൻ പോണ്ടി വരും. മക്കളെ ഒരു ഊന്നായിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും വിളിച്ചത്. അച്ഛന് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റൂല. ഈ ക്യാഷ് ഇറക്കാൻ ഇപ്പൊ എനിക്ക് ഉപകരിച്ചില്ലെങ്കിൽ വയസ്സായ കാലത്ത് എങ്ങനെയാ ഉപകരിക്കണത്? നില്ല്, ഒരു കാര്യം ചെയ്, ഓ ആട്ടോ എടുത്ത് പോകാൻ പറ. ചേട്ടാ കൊല്ലൂടാ പോട്ടോ. കൊല്ലൂടാ. എന്താ വെച്ചാ എടാ ശബ്ദം കേട്ടോ, പതുക്കെ പറയടാ. അച്ഛന്റെ കഴുത്ത്. വാച്ചാ അമ്മയുടെ പോയി? അമ്മ ഓഫീസിൽ പോയി 7 വരും. 7 വരും. അല്ല, അവക്ക് ഞാൻ ഇന്ന് ഇവിടെ വരുമെന്ന് അറിയാം. അവക്ക് എന്ത് ലീവ് എടുത്ത കുഴപ്പം എന്ത്? അല്ല അത് ഈ മാസം ഓൾറെഡി പതുക്കെ പറയടാ. ഈ മാസം എടാ ഉറക്കെ കേക്കിട്ടടാ. എടാ ഒന്നി അങ്ങ് ഒന്നി ഇങ്ങ് നിനക്ക് നടക്കില്ലടാ. അച്ഛ ഈ മാസം ഓൾറെഡി 2 മാസം ലീവ്, 2 ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ലീവ് എടുക്കാൻ പറ്റൂല. ആവശ്യമില്ലാത്തതിനൊക്കെ ലീവ് എടുക്കുള്ളു. പാറുവേ നീ എവിടെ? ബാക്കിലുണ്ട് അച്ഛാ. ബാക്കിൽ നടന്ന എന്റെ കാലിലും തട്ടും, ഞാൻ കമ്മന്നടിച്ച് വീഴും. പിന്നെ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്ത് വെറുതെ ആയി പോകും. ഫ്രണ്ട് നടാ, മേടിച്ചു അടിച്ചാണ് ഒന്നാ നടക്കണത്. പതുക്കെ കൊണ്ടു. അത് മൊത്തം ഇളകിയിട്ടൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കണ്ടോടെ നടക്കുക. അധികം ഭൂമിക്ക് ഭാരമാവാതെ നടക്കണം. ആണല്ലേ? ഓ അയ്യോ പഠിക്കട്ട് സ്ലോപ്പാക്കിയാ മതിയായിരുന്നു. ഒരു വീൽ ചെയർ മേടിച്ചു വെക്കണായിരുന്നോ? മിക്കവാറും വേണ്ടി വരും. മാറ് മാറ്. 3, 5, 6, 7 go. കളിക്കല്ലേ. അല്ല പതുക്കെ മക്കളെ ഫുള്ള് അച്ഛന്.